കേരള മനസാക്ഷിയെ, രാജ്യത്തെ, അതോടൊപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ചർച്ചയാകുന്ന വേളയിൽ സമൂഹത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ച പെരുമ്പാവൂർ ജിഷയുടെ കൊലപാതകം 11ാം ദിവസവും കൊലയാളി എവിടെ? എന്തുകൊണ്ട് കുറ്റവാളിയെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അന്വേഷണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ അതിലെ രാഷ്ട്രീയ വശവും. ഇതുമായി ബന്ധപ്പെട്ട് ജിഷയുടെ സഹോദരി പറഞ്ഞതെന്ത്? പെരുമ്പാവൂർ ജിഷ കൊലപാതകം 11ാം ദിവസവും കൊലയാളിയെ, കുറ്റവാളിയെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അന്വേഷണ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? KVS ഹരിദാസ്, അതോടൊപ്പം റജി ലൂക്കോസ്. KVS ഹരിദാസ്, ഈ ചർച്ച ഒരിക്കലും അതിൻ്റെ രാഷ്ട്രീയം എന്നാണോ ആദ്യ ദിവസം പീപ്പിൾ TVയിലൂടെയാണ് ഈ വാർത്ത ലോകം അറിഞ്ഞത്, അതിനുശേഷം മറ്റു മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തു. ആ ആദ്യ ദിവസം മുതൽ ഈ നിമിഷം വരെയും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയം പാടില്ല. പക്ഷേ 11ാം ദിവസം ഇതിൽ രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു പൂർണ്ണമായ രാഷ്ട്രീയ സംവാദം അല്ലെങ്കിൽ കൂടി ഈ വിഷയത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നും പരിശോധിക്കേണ്ടി വരുന്നു. ഈ 11ാം ദിവസം താങ്കളുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾക്കായി കേരളത്തിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റജി ലൂക്കോസും ഒപ്പം മറ്റ് അതിഥികളും ചേരും. KVS ഹരിദാസ്, ആദ്യം ഈ വിഷയത്തിൽ നാം പരിശോധിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന നടപടികളാണ്, പ്രസ്താവനകളാണ്. അതോടൊപ്പം തന്നെ ജിഷയുടെ സഹോദരിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് വാർത്തകളും വന്നു. ജിഷയുടെ സഹോദരിക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? തന്നെ വലിച്ചിഴക്കരുതെന്നാണ് സഹോദരി ദീപ പറഞ്ഞത്. ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്ത് തനിക്കില്ല, തനിക്ക് ഹിന്ദിയും അറിയില്ല, പിന്നെ എന്തിനാണ് തന്നെ ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴക്കുന്നത്? ദീപ സ്പെസിഫൈ ചെയ്യുന്നു, പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു, ആവശ്യമില്ലാത്ത വാർത്തകൾ മെനയരുത്. അടുത്ത ജിഷയുടെ വാക്ക് മാധ്യമപ്രവർത്തകരോടാണ്. KVS ഹരിദാസും റജി ലൂക്കോസും, താങ്കൾക്കടക്കം അറിയാം, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും അതത് സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അങ്ങനെയാണെങ്കിൽ ദീപ പറയുന്നതനുസരിച്ചാണെങ്കിൽ പോലീസിന് ആവശ്യമില്ലാത്ത വേർഷൻസ് മാധ്യമങ്ങളിൽ കൂടെ പൊതുജനങ്ങളിൽ എത്തിക്കാൻ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ? ദീപയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം തിരികെ എത്താം. ഞാൻ പറയട്ടെ, എനിക്ക് അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മറ്റൊരു രീതിയിൽ ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഇന്ന് കഷ്ടപ്പെട്ട് ഈ നിസ്സാര പൈസയ്ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എൻ്റെ കൊച്ചിനെ ഇങ്ങനെ സംഭവിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ആരാണ് യഥാർത്ഥ കാര്യം, അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ, അത് കണ്ടുപിടിച്ച പുറത്തറിയും എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ഇത് വഴി തെറ്റി ഇങ്ങനെ വിടണത്. പക്ഷേ ഈ അന്യസംസ്ഥാനക്കാരായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കാൻ കൂടി അറിയില്ല. മുക്കി മൂളി വല്ലതും പറയുന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കൂടി അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഒരായിട്ട് ഇത്രയും നാൾ ഈ ഇട്ടാവട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ എവിടെ പോകണമെന്ന്, ഞാൻ ആരുമായിട്ട് കണക്ട് ആണെന്നാണ് പറയണേ? ഇവിടെ അടുത്തുള്ള 3-4 പേരെ സംശയമായിട്ട് അമ്മ പറയേണ്ട. കാരണം അയൽവക്കക്കാരൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശത്രുതയൊക്കെ ആയിരുന്നു. ഇനി അവരാണോ കൊച്ചിൻ്റെ വീട് പണിയുന്ന സ്ഥലത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അവരും ആണോ ഞങ്ങൾക്കറിയില്ല. അല്ല, വീട് പണിയാൻ കൊണ്ടുവരിക്കുന്ന 2 പേര്, ആദ്യം 2 മലയാളി 2 ഭായിമാരാണ് വന്നിരുന്നത്. അതിനുശേഷവും വന്നതും അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടാമത് വന്നേക്കുന്ന ആൾക്കാർ തമ്മിൽ എന്തോ ഒരു മലയാളി കൊച്ചിൻ്റെ അടുത്ത് മോശമായിട്ട് എന്തോ സംസാരിച്ചു. അത് അമ്മ അതിനെതിരെ റിയാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അമ്മേനും മോളെയും വെച്ചേക്കില്ല, ശരിയാക്കി തരാമെന്നാണ് അവർ പറഞ്ഞത്. KVS ഹരിദാസ്, അതോടൊപ്പം റജി ലൂക്കോസ്, പാർവതി ദേവി, J അജിത് കുമാർ, പ്രവീൺ പരമേശ്വർ ഈ ചർച്ചയിൽ ചേരും. KVSും റജി ലൂക്കോസും, നിങ്ങൾ രണ്ടുപേരുമാണ് ആദ്യമുള്ളത്. KVS, റജി, നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ദീപ പറഞ്ഞ അതിൻ്റെ ഇടയിലെ ഒരു സെൻറ്റൻസ് ആണ്. അന്വേഷണ പുരോഗതി വരുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ആർക്കെങ്കിലും ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അതാണോ അന്വേഷണം ഇഴയാനുള്ള കാരണം? ആ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. KVS ഹരിദാസ്, J അജിത് കുമാർ, അതോടൊപ്പം റജി ലൂക്കോസ് നിലവിൽ. KVS, താങ്കളിലേക്കാണ് എനിക്ക് ആദ്യം വരാനുള്ളത്. ചോദ്യം ഇതാണ്, ഇതിൽ ഇൻവെസ്റ്റിഗേഷന്റെ പോരായ്മ അടക്കമുള്ള ഒരു കാര്യങ്ങളും ആദ്യം ആവശ്യമില്ല. 11ാം ദിവസം നാം ജിഷയുടെ കൊലപാതകിയെ അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം. എൻ്റെ ചോദ്യം, പോലീസിന് ഈ കാര്യം ഇന്ന് ഈ 11 ദിവസത്തിനിടയിൽ പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? ഇനിയും നാം ഈ ഡിലേക്കൊരു നീതീകരണം കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ പോലീസിന് ബാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അതൊരു കുറ്റകരമായ അനാസ്ഥയെന്ന് താങ്കൾ കാണുന്നുണ്ടോ? KVS ഹരിദാസ്. പ്രദീപ, ഇതൊരു ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേരള പോലീസിനെ മാത്രമല്ല മൊത്തം കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
ഈ പെരുമ്പാവൂർ സംഭവത്തിൻ്റെ നാൾ വഴികളെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് നമുക്കറിയാം, സാധാരണ ഇന്നത്തെ പോലീസുകാരുടെ ഒരു ശൈലിയുണ്ട്. ഒരു ചെറിയ മോഷണ കേസിൽ ഒരാളെ പിടിച്ചാൽ പോലും അതിൻ്റെ വാർത്ത മാധ്യമങ്ങളിൽ വരണം എന്ന നിർബന്ധം പിടിക്കുന്ന പോലീസുകാരാണ് ഇന്ന് പൊതുവെ ഉള്ളത്. അക്കാര്യം മാധ്യമ ഓഫീസുകളിൽ വിളിച്ചു പറയാനുള്ള സംവിധാനവും ഇന്ന് പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു ബസ്സിൽ നിന്നൊരു പോക്കറ്റടിക്കാരനെ പിടിച്ചാൽ, നാട്ടുകാർ പിടികൂടിയാൽ പോലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ മുന്നോട്ട് വരുന്ന പോലീസുകാരെ നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് ഇത്തരം ഒരു ദാരുണമായ കൊലപാതകം നടന്നിട്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാസമ്പന്നയായ പെൺകുട്ടി നിഷ്കരണം കൊല്ലപ്പെട്ടിട്ട് ആ വാർത്ത പുറം ലോകം അറിയാതിരിക്കാനായിട്ട് പോലീസ് കാണിച്ച വെമ്പലാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ അന്വേഷണങ്ങളിലെ പാളിച്ചയെ നമുക്ക് വിലയിരുത്തേണ്ടത്. ഞാൻ പറയുന്നത്, ആദ്യത്തെ ദിവസം മുതൽ പോലീസിന് എന്തോ ജനങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, മറ്റ് അധികൃതരിൽ നിന്ന് മറച്ചു വെക്കാനുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരായി തീരുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. വേറൊരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലൊക്കെ വരുന്നുണ്ട്. ഈ അന്വേഷണം തുടങ്ങിയതിന് ശേഷം അവിടുത്തെ റൂറൽ SP, പിന്നീട് അഡീഷണൽ DGP, അങ്ങനെ അനവധി പേര് പലതവണ ഞങ്ങളുടെ കയ്യിൽ എല്ലാമായി, നാളെ നിങ്ങൾക്ക് വിവരം അറിയാം, മറ്റന്നാൾ നിങ്ങൾക്ക് വിവരം അറിയാം എന്ന് പരസ്യമായിട്ട് പത്രപ്രവർത്തകരോട് പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട്. പ്രതികളുടെ രേഖാചിത്രങ്ങൾ പലവട്ടം തയ്യാറാക്കി അനവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇവിടെയൊക്കെ വന്ന പാളിച്ചകൾ ആദ്യ ദിവസം പോലീസ് കാണിക്കാതിരുന്ന ഗൗരവം തന്നെയാണ് അതിനൊക്കെ വഴിവെച്ചത്. കാരണം ആദ്യ ദിവസം മുതൽ അവർ ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ കാണുകയും അന്വേഷണം വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുമായിരുന്നില്ല. നമ്മളെല്ലാവരും കേട്ടതാണ്, ആ വീട്ടിൽ, ആ കൊലപാതകം നടന്ന വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ സാധാരണ നിലയ്ക്ക് അത്തരം സംഭവങ്ങളുണ്ടായാൽ മറ്റുള്ളവർക്ക് അവിടെ കടക്കാനുള്ള അവസരം ഒരുക്കാറില്ല, അത് അടച്ചു പൂട്ടാറുണ്ട്. ഇത്തവണ അതിനൊന്നും ഈ പോലീസുകാർ തയ്യാറായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത മറച്ചു വയ്ക്കുന്നത് മുതൽ തുടങ്ങി വച്ച ഒരു സംഭവ പരമ്പരയുണ്ട്. ആ പരമ്പരയാണ് ഇന്ന് കേരള പോലീസിനെ ഇത്തരം വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുബുദ്ധിയാണെന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് വേളയാണിത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം ഒരു വാർത്ത പുറത്ത് വരരുത് എന്ന് ആഗ്രഹിച്ച ആരോ പോലീസിൻ്റെ മുകളിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് ആരാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ആരാണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ അത് ആരിലേക്കാണ് പിൻ പോയിന്റ് ചെയ്യുന്നതെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ബോധ്യമാവും. കാരണം ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ വേറൊരു കാര്യം കൂടി ഊഹിക്കേണ്ടതുണ്ട്. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാധാരണ പോലീസുകാരിൽ ഉൾപ്പെടെ വ്യക്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരാണ്. അവരൊക്കെ വിദ്യാസമ്പന്നരാണ്. അവർക്കൊക്കെ മനസ്സിൽ ഓരോ ചിന്താഗതിയുണ്ട്. അവർക്കൊന്നും ഈ മോളിൽ നിന്ന് അടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇത്തരം വാർത്തകൾ പൂഴ്ത്തി വെക്കാനുള്ള താല്പര്യം ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ല. KVS പോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് KVS ഹരിദാസ്. KVS ഹരിദാസ് പറയുകയാണ്, ആദ്യ ദിനം മുതൽ, വാർത്തകൾ പുറത്തു വന്ന ആദ്യ ദിനം മുതൽ ഈ നിമിഷം വരെ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു സുതാര്യത പോലും KVSന്റെ നിരീക്ഷണത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇന്ന് 11ാം ദിവസം അദ്ദേഹം പറയുന്നു, സംശയമുണ്ട്, വാർത്ത പൂഴ്ത്തിവെക്കലിന്റെ സംശയം, അതോടൊപ്പം ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാത്തതിന്റെ സംശയം. KVSനെ പോലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇത് പറയുമ്പോഴാണ് ജിഷയുടെ സഹോദരി ദീപ പറയുന്നത്, എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്, കൃത്യമായ കാര്യങ്ങളിൽ എത്തുന്നില്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ സംശയങ്ങൾ ജിഷയുടെ സഹോദരി ദീപയും പറയുന്നു. റജി ലൂക്കോസ്, ഇനി പോലീസിന്റെ അന്വേഷണ സംവിധാനങ്ങളല്ല എനിക്ക് താങ്കളോടുള്ള ചോദ്യം. പോലീസിന് വീഴ്ച പറ്റി എന്ന് ഒരു നിരീക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് എന്തിനാണ് ഒരു ആഭ്യന്തര വകുപ്പ്? ആ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകാൻ എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതാവ്? എല്ലാത്തിനും കൂട്ടുത്തരവാദിത്വം മന്ത്രിസഭയ്ക്ക് എന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മന്ത്രിസഭയ്ക്കൊരു നാഥനുമുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങൾക്ക് കേരളത്തിൽ എത്രമാത്രമാണ് നിലവിലെ സിനാരിയോയിൽ ഒരു പ്രസക്തി? റജി ലൂക്കോസ്. നിലവിലെ സിനാറിയോയിൽ
കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയ്ക്ക് ദയനീയമായി പരാജയപ്പെട്ട, ജനങ്ങളുടെ മുമ്പിൽ എളിഭനായി നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഈ സംഭവം നടന്നതിൻ്റെ 5-ാം ദിവസമാണ് അദ്ദേഹം ആ സംഭവസ്ഥലം സന്ദർശിക്കുന്നത്. ജനരോഷം കാരണം അദ്ദേഹത്തിന് ആ കുട്ടിയുടെ അമ്മയെ നേരിൽ കാണുന്നതിന് സാധിക്കാതെ മടങ്ങിപ്പോയത്. അന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അദ്ദേഹം നടത്തിയ പ്രസ്താവന പ്രസക്തമാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ പ്രതിയെ പിടിക്കും, അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 6-7 ദിവസമായി ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു സൂചനയില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കാത്തൊരു തന്ത്രമാണ് കേരള പോലീസ് അവലംബിച്ചിരിക്കുന്നതാണ് എനിക്ക് സംശയം. ഞാനിന്ന് പെരുമ്പാവൂരിൽ ആ കുട്ടി മരിച്ച വീടും CPM നടത്തുന്ന രാപകൽ സമരത്തിൻ്റെ സമരവേദി സന്ദർശിച്ച് വന്നിരിക്കുന്ന ആളാണ് ഞാനിന്ന് അവിടെ കണ്ട കാഴ്ചകൾ കേരളം തിരിച്ചറിയണം. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവാക്കൾ, പ്രൊഫഷണൽസ്, വനിതകളുടെ ഒരു വലിയൊരു സംഘം, സാഹിത്യകാർ, ഒരു തൊഴിലുമില്ലാത്ത സാധാരണക്കാരെല്ലാം അവരുടെ ഒരു വൻ സംഘം തന്നെ പെരുമ്പാവൂരിലേക്ക് കൊടും വെയിലത്ത് അവർ ഈ കുട്ടിയുടെ ഘാതകരെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നയിക്കുന്നു. CPMൻ്റെ സമരപന്തലിൽ രാഷ്ട്രീയ ഭേദമന്യേ ചെറുപ്പക്കാർ, വനിതകളുടെ വൻ സംഘങ്ങൾ, തൊഴിലാളികൾ, പ്രൊഫഷണൽസ്, ഈ വിവിധ മേഖലയിൽപ്പെട്ട ജനങ്ങൾ ആ സമരപന്തലിൽ വന്ന് CPMൻ്റെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പെരുമ്പാവൂർ നാം കാണുന്ന കാഴ്ച കേരളത്തിൻ്റെ മനസാക്ഷിയുടെ പ്രതീകമാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. പെരുമ്പാവൂരിൽ നിസ്സഹായയായ, നിർധനയായ ഒരു നിയമ വിദ്യാർത്ഥിനി, 30 വയസ്സുള്ളൊരു പെൺകുട്ടി പട്ടാപ്പകൽ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് കൊലപാതകം കൊല ചെയ്യപ്പെട്ടതിന് ശേഷം കേരളത്തിലെ പോലീസ് എടുത്ത നടപടി സമാനതകളില്ലാത്ത കുറ്റകരമായ അനാസ്ഥയാണ്. കേരളത്തിൻ്റെ മനസാക്ഷി ഇത് വലിയ വേദനയോട് ചോദിക്കുന്നു. എന്തുകൊണ്ട് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം വിദഗ്ധരായ ഡോക്ടർമാരാൽ നടത്തിയില്ല? നിയമം അനുശാസിക്കുന്നതിനുള്ള വീഡിയോ റെജി ലൂക്കോസ്, എനിക്കതിന്റെ അന്വേഷണ വൈകല്യങ്ങളിലേക്കല്ല, അത് നാം 11 ദിവസം ചർച്ച ചെയ്തു. എനിക്ക് ആവശ്യം അങ്ങനെ വൈകല്യങ്ങളുണ്ട് എന്ന് താങ്കൾ അടക്കമുള്ളവർ നിരീക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ഈ സംവിധാനങ്ങളുടെ പ്രസക്തി എന്ത്? ആഭ്യന്തര വകുപ്പിന്റെ പ്രസക്തി അടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി, ആ പോയിന്റിൽ താങ്കൾക്ക് എന്താണ് അഭിപ്രായമുള്ളത്? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ വൻ പരാജയമാണെന്നുള്ളത് മനസ്സിലായല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഇന്നൊരു ചോദ്യചിഹ്നമാണ്. ഞാനൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്ന, നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ഗ്രാമാന്തരീക്ഷങ്ങളിലെ സുരക്ഷിതത്വം, കേരളത്തിൻ്റെ സായം സന്ധ്യകൾ, വൈകുന്നേരങ്ങൾ പുരുഷാരങ്ങളുടെ ഒരു നിറസാന്നിധ്യമുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ അവരുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനുകളിൽ, കവലകളിലെല്ലാം കൂടിച്ചേർന്ന് അവരുടെ വികാരങ്ങളും അവരുടെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് പിരിയുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഈ സമീപകാലത്തായിട്ട് കേരളത്തിൻ്റെ ഗ്രാമാന്തരീക്ഷങ്ങൾ ഭീതിജനകമായ ഒരു ശൂന്യത അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണെന്നുള്ളത് കേരളം തിരിച്ചറിയണം, അത് ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിൻ്റെ സായം സന്ധ്യകൾ, വൈകുന്നേരങ്ങൾ മനുഷ്യന് ആസ്വദിക്കുവാനുള്ള, അവൻ്റെ അധ്വാനങ്ങൾക്ക്, അവൻ്റെ ആസ്വാദനത്തിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള വൈകുന്നേരങ്ങളെ ഇന്ന് കേരളം ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഒരു നിരോധനത്തിലൂടെ അടച്ചിരിക്കുന്നു. കേരളത്തിലെ പുരുഷാരങ്ങളെ വൈകുന്നേരങ്ങളിൽ ബീവറേജ് കോർപ്പറേഷന് മുമ്പിൽ ഒരു മൃഗീയമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ മാറ്റിക്കൊണ്ട് വലിയ ക്യൂ ആയിട്ട് മനുഷ്യരെ മാറ്റിയിരിക്കുന്നു. ബാറുകളിൽ നിന്നും നമ്മുടെ പുരുഷാരത്തിനെ തെരുവിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ സായം സന്ധ്യകളിലെ, വൈകുന്നേരങ്ങളിലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ, നമ്മുടെ തെരുവോരങ്ങളിലെ സുരക്ഷിതത്വം ഇന്ന് നഷ്ടപ്പെട്ടു. അവിടെ മയക്കുമരുന്നിനും മറ്റ് ആ തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവരുടെ ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം കേരളം ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് തന്നെയാണ് അവിടെ ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രസക്തി ഉണ്ടാവുക? ആർ പാർവതി ദേവി, KVS ഹരിദാസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സിൽ നാം 11ാം ദിവസമാണ് ചർച്ച ചെയ്യുന്നത്. ആ തുടക്ക ദിവസം മുതൽ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നൊരു വ്യക്തിയാണ് താങ്കൾ. 11ാം ദിവസവും പഴിചാരുകയാണ്. അപ്പോഴും ഈ പഴിചാരുന്നവരൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ പഴിചാരുന്നു. അവരുടെ അന്വേഷണ പുരോഗതി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്നൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്, ഞാൻ ആദ്യം മുതൽ ഈ ചർച്ച നമ്മൾ ആദ്യ ദിവസം മുതൽ പറയുമ്പോൾ ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത്, രാഷ്ട്രീയത്തിൻ്റെ ഒന്നും പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. നാം എല്ലാം ഓരോ ഘട്ടങ്ങളിലും പാനലിസ്റ്റുകളായിരുന്നവരാണ്, ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 11ാം ദിവസവും ഇനിയൊരു സഹതാപം ഈ ആൾക്കാർ അർഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനും അവരെ കൃത്യമായി അതിൻ്റെ രീതികളിൽ കൂടെ കൊണ്ടുപോകാനുമുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെട്ട ഒരു വകുപ്പും ആ വകുപ്പിന് നേതൃത്വം നൽകുന്നതുമാണോ ഈ ഉദ്യോഗസ്ഥരുടെ ഈ ഒരു ഫ്ലാറ്ററിങ്ങിന് കാരണമാവുക? ഇത് വളരെ
അപകടകരമായ ഒരവസ്ഥയാണ്. സർക്കാർ എന്തൊരു നോക്കുകുത്തി എന്നൊക്കെയുള്ള ക്ലീഷേ ഇനിയും പ്രയോഗിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. പരാജയം സമ്മതിക്കണം, യാതൊരു സംശയവുമില്ല. ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പോലീസും അവരെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും ഗവൺമെൻറ്റും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം ഇല്ലാതിരിക്കില്ല, രാഷ്ട്രീയ മുതലെടുപ്പ് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമുണ്ട്. എന്താ രാഷ്ട്രീയം? അത് കക്ഷി രാഷ്ട്രീയമല്ല, ഇതൊരു ജെൻഡർ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഇന്നിപ്പോൾ അവരൊരു പുതിയ രേഖാചിത്രം കൊണ്ടുവന്നിരിക്കുന്നു. പഴയ രേഖാചിത്രം ഇവിടെ പോയി. ആ രേഖാചിത്രത്തിൻ്റെ പേരിൽ കുറേ പേരെ പീഡിപ്പിച്ചില്ലേ, കുറേ പേരെ പ്രതികളാക്കി അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചില്ലേ, 2 പോലീസുകാരെ മുഖംമൂടി ധരിച്ചുകൊണ്ട് പ്രതികളാണെന്ന് പറഞ്ഞ് വഴിയിൽ നടത്തിച്ചില്ലേ. എന്തോ ആണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ പോലീസ് സംവിധാനം, ഇവിടുത്തെ ഭരണവർഗം, ഇവിടുത്തെ ഭരണകൂടം തീർച്ചയായിട്ടും പരാജയം സമ്മതിക്കണം. ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. കാരണം ഇവർ തന്നെ തെളിവ് നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രതികളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അവർ പറയട്ടെ, തങ്ങൾക്ക് കഴിയുന്നില്ല, അവർ വേറെ ആരെങ്കിലും ഏൽപ്പിക്കട്ടെ. കേരള പോലീസ് പരാജയം സമ്മതിച്ചുകൊണ്ട് ഈ 11 ദിവസമായിട്ടും ഒരു തുമ്പും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ കുട്ടിയുടെ ചേച്ചി ദീപയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ്, അവരെക്കുറിച്ച് അനാവശ്യം പ്രചരിപ്പിക്കുകയാണ്. ദീപയെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ, കേരള സമൂഹത്തിന് ഉള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ലാത്തൊരു ചിത്രമാണ്. അതെങ്ങനെ ഉണ്ടായി? അത് ഈ പോലീസ് ഉണ്ടാക്കിയതാണ്. ഈ പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങളാണ്. അവരുടെ സുഹൃത്തിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ നൽകി ഭയപ്പെടുത്തുകയാണ്. കാരണം ഇവർ ഈ കേസുമായി മുന്നോട്ട് പോകരുത്. പക്ഷെ നമ്മൾ കണ്ടു, വളരെ സമർത്ഥയാണ് ദീപ, വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായി പറയും. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ദീപയുടെ സാഹചര്യം, ദീപയുടെ അവസ്ഥ, ദീപയെ കൊണ്ട് വളരെ കാര്യമായി സമർത്ഥമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ദീപയുടെ അമ്മ നന്നായിട്ടാണ് കാര്യങ്ങൾ, ജിഷയുടെ അമ്മ സംസാരിക്കുന്നത്. പക്ഷേ പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് ഇവരെക്കുറിച്ചൊക്കെ തെറ്റായ ധാരണകൾ പരത്തുന്നു. യഥാർത്ഥ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പുമില്ല. ഇനി അവർക്ക് പ്രതിയെ കിട്ടിയോ എന്നിട്ട് അത് ഒളിപ്പിച്ചു വെക്കുകയാണോ? അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുണ്ടോ വല്ലതും? കാരണം തെളിവുകൾ നശിപ്പിച്ചതുപോലെ ഇവിടെ അന്വേഷണം തെറ്റായ രീതിയിൽ കൊണ്ടുപോയതുപോലെ ഒരു കാര്യം ഉറപ്പാണ്, ഗവൺമെൻറ് ഈ കാര്യത്തിൽ, സർക്കാരും ആഭ്യന്തര വകുപ്പും ഇത് കേരളത്തിനോട് മാപ്പ് പറയണം, കേരള ജനതയോട് മാപ്പ് പറയണം. ഇത്രയും കാലമായിട്ടും ഈ കാര്യത്തിൽ ഒരു തുമ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയ പരാജയമായി ഏറ്റുപറയേണ്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂര് ജനങ്ങൾ മുഴുവൻ തെരുവിലാണ്. കേരളം ഒട്ടാകെ തന്നെ പ്രതിഷേധവും രോഷവും അലയടിക്കുകയാണ്. ഇത് കണ്ടില്ല എന്ന് നടിക്കുവാനും ഇപ്പോഴും പോലീസിനെയും അന്വേഷണവും ശരിയായ രീതിയിലാണ്, ശാസ്ത്രീയമാണ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് മാപ്പ് പറയണം എന്നുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ്. ജെ അജിത് കുമാർ, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇപ്പോൾ ഈ പാനലിലുള്ള ആരാണ് താങ്കൾ? KVS എത്രയോ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, കേരളത്തെ വിദേശങ്ങളിലടക്കം അവതരിപ്പിക്കുന്നതാണ് റജി ലൂക്കോസ്, ഇപ്പോൾ പാർവതി ദേവി ആയി കഴിഞ്ഞാലും. പ്രവീൺ പരമേശ്വരിലേക്ക് ഞാൻ മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ, എല്ലാവരും ആവശ്യപ്പെടുന്നു ഇതിലിനി ഒരു ഒഴിവ് കഴിവില്ല ജെ അജിത് കുമാർ. അപ്പോഴും ന്യായീകരിക്കുന്നൊരു മനസ്സ് ഇനിയും ആരില്ലെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ, ഞാൻ ചോദിക്കുന്നതാണ്, ഓരോരുത്തരും അത് കൃത്യമായി തെറ്റാണെന്ന് പറയുന്നു. ഇനി ന്യായീകരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയുമ്പോൾ, ഇനിയെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരെ എന്നെയാണോ? എൻ്റെ ചോദ്യമാണ്. ഇനിയെങ്കിലും, അത് എൻ്റെ ആൾക്കാരും പറയുന്നു ഇത് ന്യായീകരിക്കപ്പെടാൻ പാടില്ല, കൃത്യം നടന്ന് 11ാം ദിവസമാകുന്നു. ഈ ചോദ്യം അതാണ് എനിക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇനിയെങ്കിലും ന്യായീകരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ നാം എന്ത് വിളിക്കണം ജെ അജിത് കുമാർ? എന്നെ ഇപ്പൊ വിളിച്ച പേര് തന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോഴെങ്കിലും ചില ന്യായീകരണ കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന് തന്നെയല്ല ശ്രീ പ്രദീപ് നമ്മളോട് എല്ലാവരോടും കോമൺ ആയിട്ട് ഉന്നയിച്ച ഒരു ചോദ്യം, ഇങ്ങനെ ഒരു നിയമ സംവിധാനം, എന്തിനും ഇങ്ങനെ ഒരു മന്ത്രി, എന്തിനിങ്ങനെ ഒരു സർക്കാർ, എന്തിനിങ്ങനെ മുഖ്യമന്ത്രി, ജനാധിപത്യ സംവിധാനത്തിൽ എന്തിനിങ്ങനെയൊക്കെയുള്ള ഈ ചട്ടക്കൂട്ടിലുള്ള ഇതൊക്കെ എന്തിനാണെന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഈ എനിക്ക് മുമ്പ് സംസാരിച്ച 3 പേരോടും അവരുടെ വികാരം ഉൾക്കൊള്ളുക തന്നെ പല ഈ കാര്യങ്ങളിലും ഞാൻ വിയോജിക്കുകയാണ്. ഞാൻ ഈ 11 ദിവസത്തെ കാലതാമസത്തെ ഈ ഡിലേയെ ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല. അക്ഷന്തവ്യമായ അപരാധം പിന്നെ അല്ല, ഞാൻ പറയട്ടെ, സോറി, ക്ഷമിക്കുക, പോലീസ് സ്ലിപ്പ് ഓഫ് ദ ടങ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപരാധം ഇൻ ദ സെൻസ് ഒരുപാട് ലാപ്സസ് ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ.
കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നില്ല. എനിക്കറിയാം ആദ്യത്തെ ഇത് ന്യൂസ് ബ്രേക്ക് ചെയ്ത ദിവസം തന്നെ നമ്മൾ ഒരുമിച്ച് പാനലിലുണ്ടായിരുന്നു. പിന്നെ പിന്നൊരു തവണ നമ്മുടെ ഒരു ഫോറൻസിക് എക്സ്പെർട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പിന്നെ ഒരു ലോയറായ അദ്ദേഹമായിട്ടും കൂടെ നമ്മൾ സംസാരിച്ചു. ആദ്യത്തെ 5 ദിവസത്തെ ചർച്ചകളിൽ നിന്ന് നമുക്ക് പറഞ്ഞു 5 days ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന പോലെ പ്രഷ്യസ് ആയിട്ടുള്ള ആദ്യത്തെ 5 ദിവസം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടപ്പെടേണ്ടി വന്നു, അല്ല നഷ്ടപ്പെടുത്തി എന്ന് തന്നെ പറഞ്ഞു. താങ്കൾ ഓർമ്മയുണ്ടോ നമ്മുടെ ആ ഫസ്റ്റ് ഡേ വരുന്ന പാനലിസ്റ്റിൽ ആ മുൻ SP പറഞ്ഞത് ആദ്യത്തെ 5 ദിവസം വൈകല്യങ്ങൾ പറ്റിപ്പോയി, ഇനിയുള്ള 5 ദിവസം വളരെ ക്രൂഷ്യലാണ്, വളരെ നിർണായകമാണ്. 10 ദിവസവും കഴിഞ്ഞ് 11ാമത്തെ ദിവസം അജിത് കുമാറിനെ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചത് അത് ഓർക്കാൻ വേണ്ടിയും കൂടെ. തീർച്ചയായിട്ടും ഞാൻ ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അദ്ദേഹം അദ്ദേഹം ഇപ്പം നമ്മൾ ഒരുമിച്ച് ആ വികാരം എല്ലാം നമ്മൾ ഷെയർ ചെയ്യാം. ശ്രീമതി പാർവതി ഉണ്ടായിരുന്നു, നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ അനുദപിക്കാൻ അനുശോചിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മ പോലും. പക്ഷേ അത് ഇപ്പോഴും പക്ഷേ പോലീസ് അന്നത്തെ ആ നിന്നിടത്ത് തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കേണ്ട കാര്യമില്ല. പോലീസ് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ വിപുലീകരിച്ചിരിക്കുന്നു, കൂടുതൽ ആൾക്കാരെ അതിലത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, കൂടുതൽ വിദഗ്ധരായ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിനെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ളവരെ ഇതിനെ ഉൾക്കൊള്ളിക്കുകയൊക്കെ ചെയ്തിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ സർക്കാരെന്ന് ഞാൻ പറയുന്നില്ല, സർക്കാർ പോലീസ് കേരള പോലീസിന് അല്ലെ ഏത് പോലീസിനായാലും സ്കോട്ട്ലൻഡ് യാർഡിലെ പോലീസിനായാലും ഏത് പോലീസിനായാലും അന്വേഷണത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് കുറ്റവാളികളെ കണ്ടെത്താനുള്ള സംവിധാനം അല്ലെ അതിനുള്ള എക്സ്പെർട്ടീസ് നമ്മുടെ കേരള പോലീസിന് എന്തായാലും ഉണ്ട്. ഒരുപക്ഷെ സ്കോട്ട്ലൻഡ് യാർഡിനെ തുല്യമായിട്ട് നിൽക്കുന്ന അപവാദമായി ജിഷ കൊലക്കേസ് നിൽക്കുക അല്ലല്ല പറയട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ സർക്കാർ മെഷീനറിയെ ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല. ദിസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് an organ of the government, അവർ ആ തുടക്കത്തിലുള്ള പാളിച്ചകൾ കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ജയരാജ് കുമാർ, താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ താങ്കളോട് അംഗീകരിക്കുന്നു, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചകൾ വരുന്നു, അത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ടാണെന്ന് താങ്കൾ പറയുമ്പോൾ, ആ പാളിച്ചകൾ പറയുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിയെ പിടിച്ചാൽ പറഞ്ഞോട്ടെ, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ, കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്താൽ ആദ്യം അവകാശവാദം ഉന്നയിക്കുന്നത് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരല്ലോ, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണല്ലോ. എത്രയോ ഇൻസിഡൻസ് എനിക്ക് താങ്കളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാം. ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ക്രെഡിറ്റ് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെടുമെങ്കിൽ ഈ വീഴ്ച എന്തുകൊണ്ട് അംഗീകരിക്കാനും പുറത്തു വന്ന് ജനങ്ങൾക്ക് മുന്നിൽ അഡ്രസ് ചെയ്യാനും ഈ രാഷ്ട്രീയ നേതൃത്വം എനിക്ക് ഒരു സ്വല്പം എനിക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു 2 മിനിറ്റ് കൂടുതൽ എനിക്ക് തരേണ്ടി. ബിക്കോസ് ഞാൻ ശ്രീ KVS മുതലുള്ള ഇതുവരെ 3 പേർക്ക് അവർ പറഞ്ഞ ചില പരാമർശങ്ങൾ അല്ല ഇപ്പൊ പറഞ്ഞില്ല, പിന്നെ അത് ഡൈവേർട്ട് ചെയ്ത് പോകും ശ്രീ പ്രദീപ്. അതുകൊണ്ട് ഈ പിന്നെ നമുക്കറിയാം ശ്രീ KVS പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുകയാണ്. പോലീസിന്റെ ഒരു ടെൻഡൻസി തന്നെ അതാണ്. അതായത് ഈ പറഞ്ഞ ഈ നിസാര കാര്യങ്ങൾക്ക് പോലും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുത്തിന് പോക്കറ്റടിക്കാരനെ പിടിച്ചാൽ ഉടനെ അവനെ ജട്ടി മാത്രം ഇടിച്ച് ലോക്കപ്പിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി പടം എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന പ്രവണത പോലീസിനുണ്ട്. അതിന്റെ ക്രെഡിറ്റ് വന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുഴുവൻ പേരും പറയണം. ലാസ്റ്റ് ഇപ്പോൾ കോൺസ്റ്റബിൾ എന്നല്ല ഇപ്പോൾ പറയുന്നത്, എന്താ സിവിൽ പോലീസ് ഓഫീസറുടെ അവസാനത്തെ ആളുടെ 5ാമത്തെ 6ാമത്തെ ആളുടെ പേര് വരെ പറയണം എന്നൊക്കെയുള്ള അങ്ങനെ വലിയ പ്രത്യേകതയുള്ള ഒരു സംഭവമാണിത്. നമ്മൾ മാധ്യമക്കാരും അത് വല്ലാണ്ട് അത് നമുക്ക് വലിയ നല്ല സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അച്ചടിയിലും ദൃശ്യത്തിലും. അപ്പോൾ അങ്ങനെ ഈ കുറ്റവാളികളെന്ന് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് പോലും പ്രതിസ്ഥാനത്ത് കൊണ്ടു നിർത്തി ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിവസ്ത്രരാക്കി നിർത്തുന്ന, അതിന് വേറെ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ ഇനി പുതിയ ആധുനിക കാലഘട്ടത്തിൽ അതുപോലെ നിലനിൽക്കില്ല. പക്ഷേ ആ ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു അത്യുത്സാഹം പോലീസ് കാണിക്കുമ്പോൾ സാധാരണ കാര്യങ്ങൾ നിസ്സാരമായ നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് ചീള് കേസുകളിൽ പോലും ഇങ്ങനെ ഈ പറഞ്ഞ അഭ്യാസം കാണിക്കുമ്പോൾ ഇത്ര ഗൗരവമേറിയ ഒരു കേസിൽ ഞാൻ പറഞ്ഞതും കൂടെ കൂട്ടിച്ചേർക്കണം, രാഷ്ട്രീയക്കാരും മോശക്കാരല്ല. അല്ല അപ്പൊ അങ്ങനെ അത് അല്ല, അപ്പൊ അതിനകത്ത് രാഷ്ട്രീയക്കാര് അങ്ങനെ വലുതായിട്ട് ഇടപെടാതെ ഞാൻ പറയും വളരെ അപൂർവമായിട്ട് ഈ സർക്കാരിന്റെ കാലത്ത് എത്രയോ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ. അജിത് സാർ പറഞ്ഞതിനകത്തുള്ള ഒരു ചെറിയ കമന്റ് മാത്രം, ഒരുപാട് സമയം എടുക്കില്ല. ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെയും പോലീസിനെയും രണ്ടായി മാറ്റി നിർത്തുകയും ഇവിടുത്തെ ഫെയിലർ പോലീസിന്റെ ഭാഗത്ത് വയ്ക്കുകയും ചെയ്താൽ കേരളത്തിൽ ഇന്ന് ക്രമസമാധാനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ നേട്ടം ഇപ്പൊ തിരുവനന്തപുരത്ത് പട്ടത്ത് പ്ലാമൂടിനിടയിൽ തന്നെ 2 ഫ്ലെക്സ് ഉണ്ട്, ക്രമസമാധാനത്തിന്റെ നാടെന്ന് പറഞ്ഞിട്ട്. ആ പറയുന്നതിന്റെ ക്രെഡിറ്റ് കൂടെ കേരള പോലീസിന് കൊടുത്തിട്ട് ആഭ്യന്തരമന്ത്രി അതിൽ നിന്ന് പിൻവാങ്ങണം. അപ്പൊ ക്രെഡിറ്റ് എല്ലാം എടുക്കുകയും നെഗറ്റീവ് എല്ലാം പോലീസിന് തലയിൽ വയ്ക്കുന്നത് ശരിയല്ല. ഞാൻ നിർത്തി, ഇത്ര മാത്രമേ ഉള്ളൂ, ഒറ്റ പോയിന്റ്. അല്ല അപ്പൊ ഇതിനകത്ത് ശ്രീ KVS പറഞ്ഞതിനോട് അതാണ് അദ്ദേഹമാണ് ആദ്യം ചർച്ച തുടങ്ങി. ആ ഒരു കാര്യം വളരെ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് 100% യോജിക്കുന്നു. അതൊരു ശരിയായ പ്രവണതയാണോ നമ്മൾ പോലും എന്തിനും വേറെ നിരപരാധിയായ ഒരു മനുഷ്യനെ അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് ഗിൽറ്റി ഈസ് ഇന്നസെന്റ് എന്നിട്ട് പോലും അയാളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ ഇയാളുടെ പടം കൊണ്ട് വലിയൊരു മര്യാദ നമ്മൾ പാലിക്കുന്നുണ്ട്. സ്ത്രീകളുടെ പേരുകൾ നമ്മൾ വലുതായിട്ട് കൊടുക്കാറില്ല, ജുവനൈൽസിന്റെ പേരുകൾ നമ്മൾ കൊടുക്കാറില്ല. ആ മാധ്യമ മര്യാദ നമ്മൾ കാണിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ മര്യാദ ഉണ്ടാകുന്നില്ല പലപ്പോഴും. അത് ശരിയായ പ്രവണതയല്ല. പിന്നെ 2 ശ്രീ റെജി ലൂക്കോസും ശ്രീമതി പാർവതിയും പറഞ്ഞതിനകത്ത് തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്.
കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ അത് ശരിയല്ലെന്ന് പറയും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ഡിലേ നമുക്ക് പറയാം. ഞാൻ ശ്രീ റജിയുടെ അതിന് മറുപടി പറയാം. അപ്പൊ വീണ്ടും എനിക്ക് ചോദ്യം അപ്പോ അങ്ങനെ വെറുതെ കണ്ടവനെ പിടിക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോകുന്ന പറ്റുന്ന സാധനം അല്ല ഇത്. മൃഗീയമായ ഒരു കൊലപാതകം നടക്കുന്നു. നമ്മൾ രാജ്യത്ത് ഇന്ത്യൻ പീനൽ കോഡ് കിട്ടാവുന്ന ഏറ്റവും ഭീകരമായ ശിക്ഷ ആ പ്രതിക്ക് കിട്ടണമെന്ന് ഈ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഉണ്ട്. അപ്പോൾ ആ ഒരു ബസ് കിടന്നു. അപ്പം കുറച്ചുകൂടെ ഒന്നുകൂടെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു കണക്കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. 400-ലേറെ പേരെ ചോദ്യം ചെയ്തിരുന്നു ശ്രീമതി പാർവതി. കറക്റ്റ്. അതില് 16 പേരെ കസ്റ്റഡിയിൽ എടുത്ത് നിരന്തരം ചോദ്യം ചെയ്യുന്നു. 12 പേരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി. 4 പേരിലേക്ക് ഇവര് ക്ലോസും ചെയ്തിരിക്കുന്നു. ഈ 4 പേരിൽ ഒരാൾ തന്നെ ആയിരിക്കും പ്രതി എന്ന് അവർ വിശ്വസിക്കുന്നു. അത് ആരാണെന്നുള്ളത് പുറത്തു വരാനുള്ള ഈ കാലതാമസം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുന്നതും ജനം അവിടെ ഇളയുന്ന ശ്രീ റജിയൊക്കെ പറയുന്നതും. ഓക്കെ, അത് വളരെ പക്ഷേ ആ ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രീമതി പാർവതി പറഞ്ഞതിനകത്ത് ഒരു വൈരുദ്ധ്യ നയം പറഞ്ഞു. CRP അല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനെയോ അല്ലെങ്കിൽ ആരെങ്കിലും തലയിൽ മുണ്ട് വിട്ട് ഇവനാണ് പ്രതി എന്നും പറഞ്ഞ് കൊണ്ട് അല്ല, അങ്ങനെ അത് ആദ്യം ഉന്നയിച്ചതിന് അന്ന് ഒരു മുൻ ആഭ്യന്തരമന്ത്രിയാ അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ടാകും, കോടിയേരിയുടെ കാലത്ത്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഇത്രയുമാണ്. അതായത് ഈ ലാഗിങ്സ് എന്ന് പാർവതി ദേവിയും റജി ലൂക്കോസും KVS ഹരിദാസും അടക്കം ആക്ഷേപിക്കുന്നത് ലാഗിങ്സ് അല്ല, കൃത്യമായ പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഭയങ്കര ഡിലേ വന്നു, ഭയങ്കര ലാഗ് ഉണ്ടായി. അത് അംഗീകരിക്കുന്നു. പക്ഷേ താങ്കളുടെ അനുമാനം യഥാർത്ഥ അല്ല, ലാഗ് ഉണ്ടായി യാഥാർത്ഥ്യം. 11 ദിവസം ടു ലോങ് എ പീരീഡ്. അതിനോടൊപ്പം തന്നെ തെറ്റായ ഒരു പ്രതിയിലേക്ക് കൈവയ്ക്കാതെ അത് പാടില്ല എന്നുള്ള നിയമത്തിന്റെ മിനിമം ബേസിക് ചെറിയൊരു സർ, ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് എൻ്റെ ഒരു ചെറിയൊരു സംശയമാണ്. ഇത്രയും ലാഗ് ഉണ്ടായി എന്ന് ഉന്നതരായിട്ടുള്ള പഴയ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ്, മാധ്യമ പ്രവർത്തകർ, നാട്ടുകാർ ഇവരൊക്കെ അംഗീകരിക്കുമ്പോഴും ഇല്ല, ഒരു ലാഗും ഉണ്ടായിട്ടില്ല, വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജനത്തിന് എന്തിനാണ് ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ? എവിടെയെങ്കിലും ഒരു ചോദ്യത്തിലെങ്കിലും ലാഗ് സംഭവിച്ചു എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ലാഗ് സംഭവിച്ചു എന്ന് അംഗീകരിച്ചത്? ഉണ്ട്. ആഭ്യന്തരമന്ത്രി ഇന്നേ വരെയുള്ള 11 ദിവസത്തിൽ എവിടെയെങ്കിലും ഒരു സമയത്ത് ലാഗ് സംഭവിച്ചു എന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു വിരൽ അങ്ങനെ കൃത്യമായിട്ട് ചൂണ്ടുമ്പോൾ അതിന്റെ പിന്നിൽ ഞാൻ നിഗൂഢമായ രാഷ്ട്രീയ ഉദ്ദേശം ഞാൻ സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുമ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് അത് പ്രവീണിന്റേതായ ആരോപണമായി അല്ലെങ്കിൽ പ്രവീൺ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ അത് നിഷേധിക്കുമ്പോൾ എനിക്ക് ആ രാഷ്ട്രീയത്തിലേക്കൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പറഞ്ഞില്ലയോ അതവിടെ ആ സ്റ്റേറ്റ്മെന്റ് നിന്നോട്ടെ. അതോടൊപ്പം എനിക്ക് ഈ അവതരിപ്പിക്കാനുള്ളത് ബാക്കി മറ്റേ അതിഥികളിലേക്ക് വരുമ്പോൾ പാർവതി ദേവി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. താങ്കൾ സുതാര്യത എന്ന് പറയുമ്പോഴും കൃത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ്, താങ്കൾ ഈ പറയുന്ന ഏറ്റവും വലിയ പോലീസ് ആദ്യം ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു, നേരെ കണ്ണൂരിലേക്ക് ഓടിപ്പോകുന്നു, ഒരാളെ പിടിക്കുന്നു. കിട്ടിയ ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ വേറൊരു രേഖാചിത്രം തയ്യാറാക്കുന്നു. പക്ഷേ ഞാൻ പുറത്തുവിടുന്നില്ല, രേഖാചിത്രം പുറത്തുവിടുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞതാണ്. ഞാൻ ആ കോർണറിലേക്ക് വരികയാണ്. റജി ലൂക്കോസ് പറഞ്ഞു, നമ്മൾ വളരെ വിചിത്രമായാണ് ചർച്ച ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് അജിത്ത് പറയാം, ദൃക്സാക്ഷികളില്ലാത്ത കൊലപാതകം. ഏത് കൊലപാതകത്തിനും റേപ്പിനുമാണ് ദൃക്സാക്ഷികളല്ലോ. പക്ഷേ അതൊരു കാര്യം. പിന്നെ ഈ പറയുന്നത് പോലെ ഗവൺമെന്റോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരാൾ പോലും ഈ നിമിഷം വരെ ശരിയാണ് ഇതിലൊരു വീഴ്ച പറ്റി, നമുക്ക് പരിശോധിക്കാം, പോലീസിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് പറഞ്ഞിട്ടില്ലെങ്കിലും പറയാതെ പറഞ്ഞൊരു കാര്യം എന്താ, ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആദ്യത്തെ മാറ്റിയതാണ്. പക്ഷെ ആ മാറ്റിയതിന് ഒരു ന്യായീകരണവും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാകാം. ഒരു വാക്ക് നമ്മൾക്കൊന്ന് ആശ്വസിക്കാൻ, ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിനൊന്ന് ആശ്വസിക്കാൻ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് പറയുന്നില്ല? ശരിയാണ്, അന്വേഷണത്തിൻ്റെ ആദ്യ സമയത്ത് നമുക്ക് ചില വീഴ്ച പറ്റും, പക്ഷെ ഇനിയും ഞങ്ങൾ നന്നായി അന്വേഷിക്കും. ആ ഒരു വാക്ക് പോലും ജനങ്ങൾക്ക് ആശ്വാസമാണ്. അത് എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി? ഇതൊരു രാഷ്ട്രീയമല്ല, ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയമല്ല, സംസ്ഥാനത്തിന്റെ ഓരോ പൗരന്റെയും സുരക്ഷ ഒരുക്കണമെന്ന്
ജനങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് നാം തെരഞ്ഞെടുത്ത് വിടുന്നു എന്നാണ് ജനാധിപത്യപരമായി പറയുന്നത്. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, അജിത്ത് വളരെ കൃത്യമായി, ഞാൻ അതിൽ അഭിനന്ദിക്കുകയാണ്. ആദ്യം ലാപ്സസ് പറ്റി അത് പറയുന്നത് വീക്ഷണത്തിന്റെയും കൂടി ഭാഗമായി ആ അജിത്ത് പറയുന്നത് നമുക്ക് നിസ്സാരമായി തള്ളാൻ പറ്റില്ല. അത് വളരെ നന്നായി, അങ്ങനെ നമ്മൾ പറയണം. പക്ഷെ അത് നമ്മുടെ ഭരണവർഗത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി കൂടി ഒരു വാക്ക് അത് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ ഈ സ്വഭാവം ഇതിന്റെ അന്തരീക്ഷം മാറിപ്പോയാൽ. പാർവതി, എനിക്കൊരു ഭയം എന്താണെന്ന് അറിയോ? നാളെ ഈ ആവേശത്തിൽ അദ്ദേഹം പോയി മുഖപ്രസംഗം താങ്കൾ എനിക്ക് ഏറ്റവും ഇതിൽ ഈ ചർച്ചയിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയത് റജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യത്തിൽ, അവിടെ പ്രവീൺ അത് സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു കട്ടവനെ, അത് താങ്കളും സൂചിപ്പിച്ചു, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ, ആ ഒരു പ്രയോഗം അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാര്യം എന്തറിയോ, ഇൻവെസ്റ്റിഗേറ്റിംഗ് പ്രോസസ് കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ രണ്ട് കാര്യങ്ങളിൽ റജി ലൂക്കോസ് പറയുന്നത് അക്ഷരം പ്രതി ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ആദ്യത്തെ രേഖാചിത്രം അത് പരസ്യപ്പെടുത്തുന്നു. പരസ്യപ്പെടുത്തിയതിനു ശേഷം കണ്ണൂർ പോയി പറയുന്നു ഇതാണ് പ്രതി, ആഘോഷപൂർവ്വം കൊണ്ടുവരുന്നു. അതാണ് എന്റെ പോയിന്റ് അജിത് കുമാർ, അതാണ് പോയിന്റ്. കൊണ്ടുവരുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അവസാനം പോലീസ് പറഞ്ഞു ഇതല്ല, സംശയം, കാര്യം കിട്ടിയ ഫിംഗർ പ്രിന്റ് ഇതുമായി കണക്ട് ആവുന്നില്ല. അത് നടന്ന കാര്യമാണല്ലോ. എന്തിനാണ് രേഖാചിത്രം? താങ്കൾ പറയുന്നു പൊതുജനങ്ങൾ തിരിച്ചറിയപ്പെടാൻ ആണേ, പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇന്നൊരു വ്യക്തി, ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതാണ് കൃത്യമായ കാര്യം, നിങ്ങൾ അറിയുന്നെങ്കിൽ കൊണ്ടുവരൂ. രണ്ടാമത് രേഖാചിത്രം തയ്യാറാക്കുന്നു, പോലീസ് രഹസ്യമായി വെക്കുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ 4ഓളം ആൾക്കാർ. എന്തേ, ഇവരെ അനുസരിച്ചാണോ പോലീസ് ഈ രേഖാചിത്രം തയ്യാറാക്കിയത്? എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അതോടൊപ്പം എന്റെ ഒരു ചോദ്യം കൂടി, ആരുടെ സുരക്ഷ? പോലീസ് പറയുന്നു സുരക്ഷയെ കരുതി പുറത്തു വരുന്നില്ല. ഇതാണോ രേഖാചിത്രത്തിന്റെ ധർമ്മം? താങ്കളിലേക്ക് വരാം, KVS-ലേക്ക്. KVS, എന്റെ ചോദ്യം ഇതാണ്. എല്ലാവരും പറയുന്നു അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ ഈ രേഖാചിത്രത്തിൽ ഒരു കള്ളമുണ്ടോ, രാഷ്ട്രീയമുണ്ടോ? പറയുന്നത് ഈ പാനലല്ല, ജിഷയുടെ സഹോദരി ദീപ അന്വേഷണം വൈകുന്നതിൽ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ സംശയിക്കുന്നുവെന്നാണ് KVS. പ്രദീപെ, വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം, പ്രദീപ് പറഞ്ഞതിനൊപ്പം അതിലേക്ക് ഞാൻ വരാം. ഈ കേസിലെ FIR 48 മണിക്കൂറിന് ശേഷമാണ് അത്രയും മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത്. FIR-ന്റെ കൺസെപ്റ്റ് എന്താ? ദ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്താണോ അത് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കോർട്ട്. ഇവിടെ അതുണ്ടായിട്ടില്ല. 48 മണിക്കൂറിനകമാണ് ആ സാധനം, അത് 2 ദിവസത്തിന് ശേഷമാണ് FIR എത്തുന്നത്. ആ FIR-ൽ റേപ്പ് എന്ന വശം ഇല്ല, അങ്ങനെ ഒരു ആക്ഷേപം പോലീസ് ഉന്നയിച്ചിട്ടേ ഇല്ല. ആ റേപ്പ് ഉൾപ്പെടുത്തുന്ന FIR-ന്റെ ഭേദഗതി ചെയ്ത FIR കോടതിയിലെത്തുന്ന റിപ്പോർട്ട് എത്തുന്നത് അനദർ 4 ഡേയ്സിന് ശേഷമാണ്. ഇന്നിപ്പോൾ ചില ചാനലുകളിലൊക്കെ സംബന്ധിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിൽ ആദ്യം മുതലേ ചില പാകപ്പഴകൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഒരു പോലീസുകാരന്, ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഒരു റൈറ്റർക്ക് പറ്റുന്ന അബദ്ധമല്ല അത്. അവരിതിനേക്കാൾ സാമാന്യ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും. അവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി സം പ്രഷർ ഫ്രം സം അതർ കോട്ടേഴ്സ്. നമ്മളത് കാണാതെ പോയിക്കൂടെ? അജിത്തും പാർവതി ദേവിയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യത്തെ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത്. നമ്മൾ അന്ന് പറഞ്ഞതാണ് ഇതിനകത്ത് രാഷ്ട്രീയം വേണ്ട, നമുക്ക് രാഷ്ട്രീയം കരുതുക വേണ്ട, ഇതിനകത്തേക്ക് കടത്തുക വേണ്ട. പക്ഷെ ഇന്ന് ഈ 11-ാം ദിവസത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഇത്തരം വീഴ്ചകൾ, ഗുരുതരമായ വീഴ്ചകൾ കാണാതെ പോകാൻ പറ്റൂല. അതൊരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ ഒരു SI-ക്കോ കോൺസ്റ്റബിളിനോ പറ്റുന്ന അബദ്ധമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുറത്ത് അത്ര മാത്രം സമ്മർദ്ദം ഉണ്ടാവണം. അതിനുള്ള കാരണം റജി ലൂക്കോസ്, സമയം അവസാനം 1 മിനിറ്റാണ് താങ്കളുടെ സമയം. ഇത്തരത്തിലുള്ള ആ സെറ്റിംഗ്സ് താങ്കൾ പറയുമ്പോൾ ഇനി അതിലൊരു രാഷ്ട്രീയമാണ് KVS ചൂണ്ടിക്കാണിക്കുന്നത്. ആ രാഷ്ട്രീയത്തെ അപഹാസ്യ രാഷ്ട്രീയമെന്ന് വിമർശിക്കേണ്ടതുണ്ടോ? റജി, 1 മിനിറ്റിൽ മറുപടി പറയണം. തീർച്ചയായിട്ടും ഈ കേസുണ്ടായ ഉടൻ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങൾ കേരളം സമൂഹം സംശയത്തിൽ അപേക്ഷിക്കുന്നു. ഒന്ന്, ഈ കേസ് അതിനെ നിസ്സാരവൽക്കരിക്കാനായിട്ട് പെരുമ്പാവൂർ പോലീസ് ശ്രമിച്ചത്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയെ മാനസികമാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ആ കുട്ടിയുടെ ചേച്ചീനെ സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ ചേച്ചിയുടെ അവരാരോപിച്ചിരിക്കുന്ന ദുരൂഹതയ്ക്ക് അതൊരു വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ യഥാർത്ഥ പ്രതിയെ മുമ്പിൽ കൊണ്ടുവന്നാൽ
കേരളത്തിലെ ആരുടെയെങ്കിലും മുഖം നഷ്ടപ്പെടുമോ? ഇനി തെരഞ്ഞെടുപ്പിലേക്ക് 9 ദിവസമേ ഉള്ളൂ. ഈ 9 ദിവസത്തിനുള്ളിൽ യഥാർത്ഥ പ്രതിയെ കേരള സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ കേരളത്തിലെ അമ്മമാർ, കേരളത്തിലെ സഹോദരിമാർ, കേരളത്തിലെ സ്ത്രീ സമൂഹം അതിനെ വേറൊരു അർത്ഥത്തിൽ നെഗറ്റീവായിട്ട് കാണുമോ എന്ന് ആരൊക്കെയോ ഭയക്കുന്നു എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതാണ് രാഷ്ട്രീയം. ഈ 11ാം ദിവസം മുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് വാർത്തകൾ, സൂചനകൾ നമുക്ക് തരുന്നത്. പാർവതി ദേവി, ഇനിയിപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ വ്യക്തമായിട്ടും ഉന്നതങ്ങളിൽ നിന്ന് ഇടപെടലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒട്ടും സുതാര്യമല്ല. ഇവിടെ പറയുന്നത് പോലെ ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ തുടക്കം മുതലുള്ള പാളിച്ചകളിൽ നമ്മൾ വളരെ ഭയപ്പെടുന്നു. ജിഷയ്ക്ക് നീതി കിട്ടുമോ എന്ന് നമ്മൾ സംശയിക്കുന്നു. പ്രവീൺ, ആ സംശയം ബലപ്പെടുമ്പോൾ റെജി ലൂക്കോസ്, ഞാൻ ഒരു പ്രീ നോട്ടീസും ഇല്ലാതെ ചർച്ചകളിൽ ഉരുത്തിരിയിൽ നിന്ന് സ്വാഭാവികമായും വരുന്ന വാക്കുകൾ അത് നിരീക്ഷണങ്ങളാണ്. റെജി ലൂക്കോസ് പറഞ്ഞ ആ രാഷ്ട്രീയം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? തെരഞ്ഞെടുപ്പാണോ അതിൻ്റെ അജണ്ട? 11 ദിവസം നീണ്ടുവെങ്കിൽ 16 വരെ ഈ കേസ് നീളും, പ്രതികൾ പുറത്തു വരില്ല. പ്രതിഭ, എനിക്കിതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, ഇതിനകത്ത് രാഷ്ട്രീയം കാണണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം കേരളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ പോലും രാഷ്ട്രീയമുള്ള നമ്മൾ, പോലീസ് സ്റ്റേഷനിൽ എഴുതുന്ന ഓരോ വാക്കിൽ പോലും രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനത്തിൽ ഒരു വിഷയത്തിനകത്ത് രാഷ്ട്രീയം കാണണ്ട എന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നതിനും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇവിടുത്തെ ഓരോ വിഷയത്തിലും അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ നമ്മൾ അതിനെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി അതൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡിയലിസ്റ്റിക് ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ ഇവിടെ ഇരിക്കുന്നതിനകത്ത് അജിത് സാർ ഉൾപ്പെടെ ആർക്കും യാതൊരു തരത്തിലുള്ള സംശയവും അതിനകത്തില്ല. സംശയം ഒരൊറ്റ ആർക്ക് മാത്രമേ ഉള്ളൂ, ആഭ്യന്തരമന്ത്രിക്ക്. ഞാൻ പറയുന്നതിന് കാരണം കക്ഷി രാഷ്ട്രീയം എന്ന് തന്നെ കരുതിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇക്കഴിഞ്ഞ 11 ദിവസത്തിനിടയിൽ തന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുവാൻ കഴിയാത്ത ഒരു ആഭ്യന്തരമന്ത്രി, അതിന് നമ്മളൊരു പ്രീസിഡന്റ് കൂടെ എടുത്ത് നോക്കണം. പുറ്റിങ്ങലിൽ 110 പേര് മരിച്ച ഒരു വിഷയത്തിൽ കുറ്റവാളികളായ ഒരൊറ്റ പോലീസുകാരനെതിരെ പോലും ഇതുവരെ തീരുമാനം എടുക്കാൻ കഴിയാത്ത ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന കാര്യത്തിലും അതേ നിലപാട് തന്നെ എടുക്കുമ്പോൾ അവിടെ ഉള്ള പ്രശ്നം എന്താണെന്നറിയാവോ? തനിക്ക് തെറ്റുപറ്റി എന്ന് സ്വയം സമ്മതിച്ചു കഴിഞ്ഞാൽ തന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുമോ, തന്റെ പൊളിറ്റിക്കൽ ഫേസ് നഷ്ടപ്പെടുമോ, ഒരു ഇലക്ഷനിൽ തനിക്ക് തിരിച്ചടിയാവുമോ എന്നുള്ള ഭയത്തിന്റെ പേരിൽ ഈ പറയുന്ന കേരള സമൂഹത്തിനെ മുഴുവൻ അപഹാസ്യനാക്കുന്ന ആഭ്യന്തരമന്ത്രി ഇതിനകത്തൊരു വലിയ വിഷയം തന്നെയാണ്. ഇനി അടുത്ത് മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ, പോലീസ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ നിഗൂഢതകളുടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് കേരളം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ അത്രമാത്രം മണ്ടന്മാരാണ് കേരള പോലീസ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിന് കാരണം ഒരു ഷാർപ്നെസ്സിന് വേണ്ടി തന്നെയാണെന്ന് കരുതിക്കോളൂ. കാരണം വളരെ വിദഗ്ധമായി പല കേസുകളും തെളിയിച്ച കേരള പോലീസിന് വലിയ സൊഫിസ്റ്റിക്കേഷൻ ഒന്നും ഇല്ലാതെ നടന്ന ഇത്തരത്തിലൊരു കേസിനെ തെളിയിക്കാൻ കഴിയാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുക തന്നെ വേണം. സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്കുമേൽ, അതിലൊരു രാഷ്ട്രീയമുണ്ട് അജിത് കുമാർ. ആ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെങ്കിൽ അത് അപകടമാണ്. താങ്കൾ തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു സമ്മർദ്ദം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേലുണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല എന്ന് തോന്നുന്നു. അതായത് അവർക്കൊരു ഫ്രീ ഹാൻഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവർ തന്നെ മനസ്സിലാക്കുന്ന അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായത്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഒന്ന് വനിതാ കമ്മീഷൻ ഈ കുട്ടിയുടെ അമ്മയും പിന്നെ സഹോദരിയുമൊക്കെ ബന്ധപ്പെട്ടിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി വനിതാ കമ്മീഷൻ സുവമോട്ടോ കേസ് നടപടിയെടുത്താണ്. ഒന്ന്. രണ്ട്, തുടക്കത്തിൽ ശ്രീ റെജി പറഞ്ഞതിനോട് ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ മുൻ ഫോറൻസിക് ഹെഡ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, കേരള സ്റ്റേറ്റ് ഫോറൻസിക് ചീഫ് ഡോക്ടർ ഉമാദത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധ, അദ്ദേഹം നമ്മുടെ DGP അദ്ദേഹത്തിനെ പോയി സന്ദർശിച്ചപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് കാണിച്ചപ്പം വിദഗ്ധാഭിപ്രായമായിട്ട് ഡോക്ടർ ഉമാദത്തം പറഞ്ഞത് ഇങ്ങനെയാണത്രേ, അതായത് പോസ്റ്റ്മോർട്ടത്തിൽ പാളിച്ചകളൊന്നും പറ്റിയിട്ടില്ല. ഒന്ന്, വനിതാ കമ്മീഷൻ പോയത് എത്രാം ദിവസം അറിയാവോ? 8-ാം 9-ാം ദിവസം. ഈ വീട് സീൽ ചെയ്യുന്ന എത്രാം ദിവസം അറിയാവോ? ഇന്ന് 11-ാമത്തെ. ഇത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തുന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനഃപൂർവ്വം അല്ല വീഴ്ച വരുത്തിയതെങ്കിൽ കേരളത്തിന്റെ പോലീസ് സംവിധാനം എത്രമാത്രം അതിന്റെ നീതി നിർവഹണത്തിൽ ശക്തമാണ് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അജിത് കുമാർ. അതായത് അല്ല അജിത് കുമാർ, ഇതിൽ ഏറ്റവും വ്യക്തം എന്താണെന്ന് അറിയാമോ? ഇല്ല, ആഭ്യന്തരമന്ത്രി ആരോ ആകട്ടെ, ഒന്നുകിൽ ഇവിടെ വീഴ്ച വരുത്തി എന്ന് കൃത്യമായി സമ്മതിക്കേണ്ടിയിരിക്കുന്നു. പാർവതി ദേവി ചൂണ്ടിക്കാണിക്കും പോലെ മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. അല്ല, സ്വാഭാവികമായ വീഴ്ചയാണ് ഇതെങ്കിൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഏറ്റവും അപകടാവസ്ഥയിൽ എന്ന മുന്നറിയിപ്പും നൽകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.